ഒരു പ്രതിപക്ഷ നേതാവല്ല ഈ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയുടെ അവകാശത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ താങ്കളോട് വേറെ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നേ. ഞാൻ താങ്കളോട് വേറെ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. താങ്കൾ എന്നെ കൊണ്ട് ചോദ്യം മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ താങ്കളോട് അല്ലേ നിർത്ത് ഞാൻ താങ്കൾ പറഞ്ഞു കേട്ടോണ്ടിരുന്നല്ലേ. ഞാൻ താങ്കളോട് കേൾക്ക് താങ്കൾ പറഞ്ഞിട്ടേ പോകും. ഞാൻ താങ്കളോട് മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചിരുന്നു, താങ്കൾ മിണ്ടിയോ? ഞാൻ താങ്കളോട് നീറ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു, താങ്കൾ മിണ്ടിയോ? ഞാൻ വിലക്കയറ്റത്തെ കുറിച്ച് താങ്കളോട് ചോദിച്ചിരുന്നു, മിണ്ടിയോ? നോട്ട് നിരോധനത്തെ കുറിച്ച് ചോദിച്ചിരുന്നു, മിണ്ടിയോ? തൊഴിലില്ലായ്മയെ കുറിച്ച് ചോദിച്ചിരുന്നു, മിണ്ടിയോ? താങ്കളോട് കാർഷിക പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചിരുന്നു, മിണ്ടിയോ? കർഷക സമരത്തെ കുറിച്ച് ചോദിച്ചിരുന്നു, മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ. പിന്നെ ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. ഞാൻ പറയാനാ വന്നിരിക്കുന്നത്. അഗ്നിവീരുമായി ബന്ധപ്പെട്ട് ഞാൻ താങ്കളോട് ചോദിക്കട്ടെ. താങ്കൾ ഒരു സൈനികന്റെ മകനാണ്. ഇപ്പോൾ ഈ പട്ടാളത്തിൽ ചേരുന്നവർക്കെല്ലാം ഒരേ പാരിറ്റിയാണോ? എല്ലാവർക്കും ഒന്ന് തന്നെയാണോ കിട്ടുന്നത്? നേരത്തെ വന്നുകൊണ്ടിരുന്ന സൈനികർക്ക് ലഭിക്കുന്നതും അഗ്നിവീറിന് ലഭിക്കുന്നതും ഒരേ പേയ്മെന്റ് ആണോ? പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹം തെറ്റിദ്ധാരണ പരത്തുന്നു. നിങ്ങൾ കേസെടുക്കുന്നേ. താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ പാർലമെന്റിൽ കാണിക്കുന്നത് ശരിയാണെന്നും. നിങ്ങൾ 143 വരെ പുറത്താക്കിയില്ലേ? എന്തായിരുന്നു സാഹചര്യം? അപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാം. നിങ്ങളുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും കിട്ടി തിരിച്ചു. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന്. ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള സീറ്റുകളുടെ അന്തരം വളരെ കുറവാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു സൈഡിൽ നായിഡുവും മറ്റേ സൈഡിൽ നിതീഷ് കുമാറും വേണം എന്ന കാര്യം താങ്കൾ മറക്കരുത്. അവരുടെ രണ്ടുപേരുടെയും തോളത്ത് കൈയിട്ടുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ഞെളിഞ്ഞ് നിൽക്കാൻ കഴിയൂ എന്ന കാര്യം താങ്കൾ ഇപ്പോൾ മറക്കരുത്. പഴയ BJP അല്ല പാർലമെന്റിലെ ഇപ്പോഴത്തെ BJP. നിങ്ങളുടെ സംഖ്യ എണ്ണം നാമമാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഭൂരിപക്ഷമില്ല. നിങ്ങൾ ഒരു സൈഡിൽ നരേന്ദ്രമോദി നിൽക്കുമ്പോൾ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞതുപോലെ നായിഡുവിൻ്റെ തോളിലും മറു സൈഡിൽ നിങ്ങൾ നിതീഷ് കുമാറിൻ്റെ തോളിലും കൈയിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ബലമുള്ളൂ എന്ന കാര്യം താങ്കൾ മറക്കരുത്. ഞങ്ങൾ ഒരിക്കലും സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദമായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിപക്ഷത്തായിരുത്തിയിട്ടുള്ളത്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായി താങ്കൾ ഇപ്പോൾ പറയുന്നല്ലോ ഇന്നലെ പിന്നെ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു എങ്ങനെയായിരിക്കണം പാർലമെന്ററി പ്രൊസീജിയേഴ്സ് എന്ന്. അദ്ദേഹം വളരെ ഇപ്പോൾ പറയുന്നതാ ഇതേ സന്ദീപ് വാര്യർ തന്നെ പറയുന്നു, പിന്നെ വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് അതേ സന്ദീപ് വാര്യർ തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി തൻ്റെ പക്ഷത്തുള്ള അംഗങ്ങളെ നോക്കി എന്തോ സംസാരിച്ചു എന്ന്. അതും അത്ര സില്ലിയല്ലേ സന്ദീപ് വാര്യരെ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ ഹിന്ദുക്കളുടെ അട്ടിപ്പറാവകാശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ താങ്കളെ ഓർപ്പിക്കുന്നത്, ഞാനും താങ്കളുമായി എത്രയെങ്കിലും ഡിബേറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിലെ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രമാണ് കേസിൽ പോകുന്നത്, ഞങ്ങൾ മാത്രമാണ് പ്രതിരോധിക്കാനുള്ളത്, ഞങ്ങൾ മാത്രമാണ് പ്രതിഷേധിക്കാനുള്ളത്. അന്നും ഞങ്ങളൊരു നിലപാടെടുത്തിരുന്നു. ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ പേരിൽ, മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആ വർഗീയ വിഷം ചീറ്റുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, അത് പ്രധാനമന്ത്രിയിൽ തുടങ്ങി താങ്കളിൽ ഉൾപ്പെടെ താഴോട്ടുള്ളവരിൽ ഉൾപ്പെടെ നിങ്ങൾ വർഗീയമായി ചരിത്രമുണ്ടാക്കിയുള്ള നിങ്ങളുടെ രാഷ്ട്രീയം അത് ഇനി ഇന്ത്യയിലെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിൾ കൂടിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ശ്രീ പിന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ ശിവദാസിനോട് ഒരു മറുപടി പറയാം. ശ്രീ ശിവദാസ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുള്ള ദേശാഭിമാനിയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വന്നുള്ള ദേശാഭിമാനി പത്രമാണ്. അതിൻ്റെ 7ാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്. താങ്കളൊന്ന് കാണണം. താങ്കൾ ഡൽഹിയിലെ പത്രത്തെക്കുറിച്ച് പറഞ്ഞു. ആ 7ാമത്തെ പേജിലെ വാർത്ത കടന്നാക്രമിച്ച് പ്രതിപക്ഷമെന്നാണ്. ആ പ്രതിപക്ഷം കടന്നാക്രമിച്ച് എന്ന് പറയുന്ന ആ വാർത്തയിൽ വളരെ കൃത്യമായി 3 കോളമുള്ള വാർത്തയാണ്. ഒരു ഫോട്ടോയുമുണ്ട്. അതിൽ ആദ്യത്തെ ഫുൾ കോളവും രണ്ടാമത്തെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഒരു വാചകം പറയുന്നുണ്ട്. ലോക്സഭയിൽ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചതിനെ കുറിച്ച് വാതോരാതെ 2 കോളം മുഴുവൻ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി, മഹുവ മൊയ്ത്ര, എ രാജ, മനീഷ് തിവാരി തുടങ്ങിയവരും, രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, സഞ്ജയ് സിംഗ്, മനോജ് ദാ, തിരുച്ചി ശിവ തുടങ്ങിയവരും സർക്കാരിനെ കടന്നാക്രമിച്ചു. ഈ പത്രത്തിൽ ആകെ രാഹുൽ ഗാന്ധിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഏക സെന്റൻസ് അതാണ്. 15 MPമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി ചേർത്തിട്ട് ഇവർ ലോക്സഭയിൽ പ്രസംഗിച്ചു എന്ന് മാത്രമാണ് ശ്രീ ശിവദാസ് ഉള്ളത്. അതാണോ ഇന്നലെ നടന്നിട്ടുള്ളത്? ഈ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം അവരങ്ങനെയാണോ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്? അതായിരുന്നോ ശരി? ഞങ്ങൾക്ക് പരാതിയില്ല. കാരണം നിങ്ങൾ കേരളത്തിൽ എന്താ പറയുന്നത്, ഇത് കേരളത്തിലെ നമ്മുടെ പിന്നെ ഘടകത്തിന്റെ കൺട്രോളിലാണല്ലോ. ആ കൺട്രോളിലുള്ള പത്രത്തിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിങ്ങൾ BJPയുടെ B ടീം ആയതുകൊണ്ട് തന്നെയാണ്.